ഹായ് ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സമീപകാലത്തായി ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, പാർട്ട്ണർക്ക് തങ്ങളോടൊരു സ്നേഹമോ പരിഗണനയോ തരുന്നില്ല. അതിന് മെയിൻ റീസണായിട്ട് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ഒരു സ്വാധീനമാണ്. ഒരേ സമയം തന്നെ പാർട്ട്ണർ രണ്ടുപേരുമായിട്ട് ബന്ധം വെച്ച് പുലർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹമോ പരിഗണനയോ കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ. ഇതുകൊണ്ട് തന്നെ മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെ ഈ സമീപകാലത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രശ്നത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആ പ്രശ്നത്തെ ആദ്യം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയുള്ളൂ. ഇനി ഇതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ കഴിയും. അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു അഫർമേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അഫർമേഷൻ ഇങ്ങനെയാണ്: ഇന്ന ആളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സ്വതന്ത്രമാക്കിയതിന് നന്ദി. അല്ലെങ്കിൽ ഇന്ന ആളിൽ നിന്നും എൻ്റെ പാർട്ട്ണറിനെ സ്വതന്ത്രമാക്കിയതിന് യൂണിവേഴ്സിന് നന്ദി, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഈ അഫർമേഷൻ ആദ്യം സെറ്റ് ചെയ്യുക. അതിനുശേഷം നിരന്തരമായിട്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓർക്കുക, നിങ്ങൾ വികാരഭരിതമായി പറയുന്ന ഓരോ വാക്കുകളും ഈ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അത് ചെല്ലേണ്ട ഇടങ്ങളിൽ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വികാര മനോഭാവത്തോടെ, അതായത് നിങ്ങൾക്കത് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ നിരന്തരമായിട്ട് പറയുക. ഞാനിപ്പോൾ ഇന്ന ആളിൽ നിന്ന് പറഞ്ഞത് അവിടെ അവരുടെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ പേരവിടെ യൂസ് ചെയ്തതിന് ശേഷം ബാക്കി അഫർമേഷൻസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഈ അഫർമേഷൻസ് നിരന്തരമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എങ്ങനെയെന്നാൽ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിലത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കുന്നതും ഉത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾക്ക് തരേണ്ടുന്ന പരിഗണനകൾ നൽകുന്നതും ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. ഇത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഒരു ദിവസം വിഷ്വലൈസ് ചെയ്യാമോ അത്രയും പ്രാവശ്യം വിഷ്വലൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്തിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അതിനെ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ അത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ മനക്കണ്ണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ആ ഒരു വിശ്വാസത്തോടു കൂടി, ആ ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ അഫർമേഷൻസ് പറയുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുള്ളായി നിലകൊണ്ടിരുന്ന ആ വ്യക്തി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന വണ്ണം ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഈ കാര്യത്തെ സമീപിക്കുക. ആദ്യം ചെയ്യേണ്ടത് പ്രശ്നത്തെ അംഗീകരിക്കുക. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അഫർമേഷൻ സെറ്റ് ചെയ്ത് നിരന്തരമായിട്ട് പറയുക. ഒപ്പം തന്നെ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അത്രയും പ്രാവശ്യം തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.